വെൽക്കം ടു യോഴ്സ് ട്രൂലി ശില്പ ബാല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ കുറച്ച് ഉത്തരവാദിത്തമുള്ള ഒരു വീട്ടമ്മമാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇനി മുതൽ ഞാൻ തുടങ്ങാൻ പോകണം. കണ്ടില്ലേ, ഞാൻ വളർത്തുന്നതിൻ്റെ വളർത്തുമക്കൾ ഇടയിൽ ഒരാളിപ്പോൾ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു വേറൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് വളരെ നൈസായിട്ട് കുട്ടികളെ സ്നേഹിക്കുന്നതിൽ ലാളിക്കുന്നതിൽ പോലെ അവരൊന്ന് ലാളിച്ചുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ അത് വളർന്ന് പന്തളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ വീട്ടിലൊക്കെ? ഒന്ന് പറയണേ, കാരണം ഇല്ലെങ്കിൽ പാളിപ്പോവും. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ നാൾക്ക് മുമ്പ് ഞാൻ പ്രോമിസ് ചെയ്തൊരു കാര്യം ഞാൻ ഇന്ന് നടത്താൻ പോവാണ്. എൻ്റെ ലണ്ടൻ ഷോപ്പിംഗ് ഹാൾ വീഡിയോ, സ്പെഷ്യലി കോസ്മെറ്റിക്സ് എന്തൊക്കെയാണ് വാങ്ങിച്ചു കൂട്ടിയത് അങ്ങ് ലണ്ടനിലോട്ട് പോയിട്ട് എന്നല്ലേ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വീഡിയോനകത്തുള്ള മറ്റൊരു കാര്യം, എൻ്റെ ഗിവ് അവേ കോൺടെസ്റ്റ് ഞാൻ നടത്തുന്നതിനെ കുറിച്ചും ഞാൻ സംസാരിക്കാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വാനിറ്റി വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഗിവ് അവേ ചെയ്യണോ വേണ്ടയോ എന്ന്. വളരെ കുറച്ച് പേര് മാത്രമേ റെസ്പോണ്ട് ചെയ്തുള്ളൂ. എന്നാൽ അത് ഞാൻ വെറുതെ എന്താ പറയുക ഇഗ്നോർ ചെയ്യുന്നില്ല. കാരണം കുറച്ച് പേര്, ഒരാളെങ്കിലും വേണമെന്ന് പറഞ്ഞെങ്കിൽ അത് ഞാൻ സാധിച്ച് തരും. ഓക്കെ, അപ്പോൾ എനിക്കറിയാം ഇനി കുറച്ച് പേര് വരും എന്ന്. ഓക്കെ, അപ്പം സംഭവം പുതിയ പ്രോഡക്ട്സ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് തന്നെയാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സാണ്. പക്ഷേ എനിക്കത് പാസ് ചെയ്യാനുള്ളൊരു തോന്നൽ വന്നു. അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരാറുണ്ട്. ചിന്നുവിന് പാസ് ചെയ്യും, അമ്മയ്ക്ക് പാസ് ചെയ്യും, ഫ്രണ്ട്സിന് പാസ് ചെയ്യും, അതുപോലെ നിങ്ങൾക്ക് പാസ് ചെയ്യാനുള്ള തോന്നൽ വന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ അതെന്തൊക്കെയാണ് ഞാൻ അതിനകത്ത് ഇടുന്നതെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരും. സോ എൻട്രി ചെയ്യണമെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെയാണ് കമൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യോഴ്സ് ട്രൂലി ശില്പ ബാല ചാനലിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ എന്താണ് എന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നും കൂടെ എനിക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം എൻ്റെ സബ്സ്ക്രൈബർ ആവുക. ഓക്കെ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ദെൻ കമൻറ്റ് ഓൺ വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് വീഡിയോ ഇൻ ദിസ് ചാനൽ. എന്നാൽ നിങ്ങൾക്ക് ഗിവ് അവേ കോൺടെസ്റ്റിൻ്റെ അകത്തേക്ക് പോവാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ നടത്തിയ ഗിവ് അവേയിൽ 3 വിന്നേഴ്സ് ഉണ്ടായിരുന്നു. അത് 1 പ്ലാൻ ചെയ്ത് 3 ലാൻഡ് ചെയ്തതാണ്. ഇത് ഞാൻ ഒരു വിന്നറിനെയാണ് എടുക്കുന്നത്, കാരണം ഹാൻഡ് മീ ഡൗൺസ് അല്ലേ നമുക്ക്, അതുകൊണ്ട് മാത്രം ഒരു വിന്നർ. പക്ഷേ April 18 എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ വേറൊരു ഗിവ് അവേ നടത്താൻ പോവാണ്, വിച്ച് വിൽ ഹാവ് 2 വിന്നേഴ്സ് ആൻഡ് ഇറ്റ് വിൽ ബി ദ ഫേവറേറ്റ് പ്രോഡക്ട്സ് ദാറ്റ് ഐ ഹവ് ബീൻ യൂസിങ്. സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും മേക്കപ്പിൻ്റെയും ഒക്കെ ആയിട്ടുള്ള പ്രോഡക്ട്സ് അതിനകത്ത് ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺ ഫോർ ഓൾ ദാറ്റ് ഹാപ്പനിങ് ഇൻ ദിസ് ചാനൽ. അപ്പോൾ നമുക്ക് ലണ്ടനിൽ നിന്ന് ഞാൻ വാങ്ങിച്ച മേക്കപ്പ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ? Come on, let's start with this. This is something I was ഇംപ്രസ്ഡ് വിത്ത്. ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേരാണ് റിച്വൽസ്. ഓക്കെ, റിച്വൽസിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റോഴ്സ് ഉണ്ട് UK. ഇത് ഞാൻ മേടിച്ചത് എഡിൻബറയിൽ നിന്നാണ്. നെക്സ്റ്റ് ടൈം യുവർ ഇൻ UAE, ഇത് UAE മോൾ ഓഫ് എമിറേറ്റ്സിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഈ റിച്വൽസ് ഉണ്ട്. കാരണം പിന്നീട് ഞാൻ മൃദുവിൻ്റെ അടുത്തൊക്കെ ഇത് പറഞ്ഞപ്പം അവൾ പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചപ്പം UAE അവൈലബിൾ ആണ് ഈ ബ്രാൻഡ്. സോ അവിടുത്തെ ആൾക്കാർക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇറ്റ്സ് കോൾഡ് റിച്വൽസ് ആൻഡ് ഇത് റിച്വൽ ഓഫ് ആയുർവേദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക എഡിഷൻ്റെ സെൻറ്റാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത 10 വർഷത്തിനുള്ളിൽ വീഡിയോ വഴി മണം കൂടി നിങ്ങൾക്ക് കിട്ടാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇപ്പോഴേ അങ്ങ് അടിച്ചു തരാം. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത ബോഡി സെൻ്റാണ് എൻ്റെ അമ്മ. ഇറ്റ്സ് സോ ഗുഡ്. ഇതിൽ കുറേയൊക്കെ ഞാൻ ചിലപ്പോൾ ഒരു ഇന്ത്യൻ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് കുറച്ച് നല്ല ഒരു ഇന്ത്യനൈസ്ഡ് സ്മെൽ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഹെയറിനും ബോഡിക്കും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റാണ്. റിച്വൽസ് ഓഫ് ആയുർവേദിൻ്റെ തന്നെ ഒരു ഹാൻഡ് ബാം എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് ക്രീം പോലെ തന്നെയുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. നെക്സ്റ്റ് ടൈം ഐ ഗോ ഐം ഡെഫിനറ്റ്ലി ബൈങ് ദിസ് അഗൈൻ. പക്ഷേ വേറൊരു സംഭവം, നമ്മുടെ ഇന്ത്യൻ വെതറിന് എത്രത്തോളം ഈ മിസ്റ്റ് റീറ്റെയിൻ ആവുന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം ഞാനിത് ഒരുപാട് തവണ അടിക്കേണ്ടി വരാറുണ്ട് ചില സമയത്ത്. സോ ഐ തിങ്ക് ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ ദ വെതർ ഇൻ ദി UK ബട്ട് നോട്ട് ഹിയർ. ബട്ട് സ്റ്റിൽ ഇഫ് യു വോണ്ട് ടു ട്രൈ യു ക്യാൻ ബൈ. പിന്നെയുള്ള റിച്വൽസിൻ്റെ മറ്റൊരു സാധനം, ഇത് പക്ഷേ എന്ത് വെതറിലും അതേപോലെ നിൽക്കുന്ന ഒരു സ്മെല്ലായിരുന്നു. ദിസ് ഈസ് ബോഡി മൂസ്. ഓക്കെ, ഇത് ലോഷൻ പോലെ തന്നെ മൂസാണ്. നോക്കിക്കോ, ഒരടിയിൽ പേടിക്കരുത്, കണ്ടാകും ഒറ്റ ഒരു പമ്പിൽ ഫോമി ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം മൂസ് അപ്ലൈ ചെയ്യുമ്പം അതിന് വേറെ തന്നെ ഒരു ടെക്സ്ചർ നമ്മുടെ സ്കിന്നിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര നല്ല സ്മെല്ലാട്ടോ, കിഡിലൻ സ്മെല്ലാണ്. ദിസ് ഈസ് ഡ്രൈ ഷാംപൂ. ഐ ഓൾവേസ് വോണ്ട് ടു ട്രൈ ഡ്രൈ ഷാംപൂ. നമുക്ക് എന്നും നമ്മൾ ഹെയർ വാഷ് ചെയ്യണമെന്ന് നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പം ചില സമയങ്ങളിൽ ഒരു 2 ദിവസം ഇടവിട്ട് ഹെയർ വാഷ് ചെയ്തില്ല, പക്ഷെ പെട്ടെന്ന് നമുക്കൊരു ഫംഗ്ഷന് പോകണം. പക്ഷേ ദേ ഇവിടെ നല്ല ഓയിലി ആയിട്ട് നമുക്ക് പലപ്പോഴും സ്കാൽപ്പൊക്കെ ഓയിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഷാംപൂ ചെയ്യാൻ തോന്നില്ല, പക്ഷെ സമയമില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ക്വിക്ക് ഫിക്സ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ദ റഷ് അവർ സെൻറ്റ് സ്റ്റേഷണൽ ഡ്രൈ ഷാംപൂ ആണ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഫ്രോം ബൂട്ട്സ് ഫാർമസിയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം ഇത് നോക്കിക്കോ, ഇവിടെ ഇപ്പം നല്ല ഓയിലി ആണല്ലോ. ഞാൻ ഇതിവിടെ അപ്ലൈ ചെയ്തു, ഇവിടെ അപ്ലൈ ചെയ്തു.
ഓക്കെ, ഒരു ചെറിയൊരു വൈറ്റിഷ് ഇത് വന്നല്ലോ. ഇനി നൈസായിട്ട് നമുക്കിതിന് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ ഷാംപൂ ചെയ്തതിന് ശേഷമുള്ള ഒരു ബൗൺസ് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഹെയറിൽ കിട്ടും. ഭയങ്കര ഡിഫറൻസ് ആട്ടോ ഇതെനിക്ക് ചെയ്തേക്കുന്നത്. ലൈക്ക് പെട്ടെന്ന് തന്നെ എനിക്കൊന്ന് പുറത്ത് പോകണം അങ്ങനെ ഒന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ റിയൽ ഗുഡ് ക്വിക്ക് ഫിക്സ്. ആൻഡ് ദ സ്മെൽ ഇസ് ഹെവൻ. ഭയങ്കര സൂപ്പർ സ്മെല്ലാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് UK ഒരു നമ്പർ 1 കോസ്മെറ്റിക് ബ്രാൻഡ് ഏതാണെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും മിക്ക UK യൂട്യൂബ് ബ്ലോഗേഴ്സ് പറഞ്ഞേക്കുന്ന റെക്കമെൻഡ് ചെയ്തേക്കുന്ന ഒന്നാണ് നമ്പർ 7. നമ്പർ 7 എന്ന് പറഞ്ഞേക്കുന്ന ഈ ഒരു ബോഡി ആൻഡ് ഫേസ് ഫൗണ്ടേഷൻ. ഓക്കെ, ദിസ് ഇസ് സ്റ്റേ പെർഫെക്റ്റ് SPF 30 ഒക്കെ ഉള്ള ഫൗണ്ടേഷനാണ്. ഭീകര സംഭവമാണ്. പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവിടെ നമ്മൾ ഈ സൂപ്പർ ഡ്രഗ് സ്റ്റോഴ്സിലൊക്കെ പോയിട്ട് നമ്മുടെ ടോണ് വേണം അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ ഏതാ ഒന്ന് പറഞ്ഞുതരാമോ നമ്മൾ ചോദിക്കുമ്പം അത് മാത്രം അവിടെ തെറ്റായിട്ട് കിട്ടും. കാരണം ഞാൻ മനസ്സിലാക്കിയത്, കാരണം അവർക്ക് യൂഷ്വലി ബ്രൗൺ സ്കിന്നിന് റെക്കമെൻഡ് ചെയ്യാൻ അവർക്ക് അത്ര നോളജ് ഇല്ല. കാരണം കൂടുതലും വൈറ്റ്സ് അവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട്, അവരുടെ സ്കിൻ ടോണിലുള്ള കറക്റ്റാണ്. അപ്പം നമുക്ക് തന്നെ നമ്മുടെ അണ്ടർ ടോൺ എന്താ, യെല്ലോ ആണോ എന്നൊക്കെ നമുക്കൊരു ധാരണയുണ്ടല്ലോ. അപ്പം നമ്മൾ ഇന്ത്യൻ സ്റ്റോഴ്സിൽ കോസ്മെറ്റിക്സിൽ പോകുമ്പോൾ കറക്റ്റായിട്ട് നമ്മളെ ഫൗണ്ടേഷൻ അവർക്ക് മിക്കവർക്കും കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് ഒരു ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു. കാരണം അവരെപ്പോഴും എടുക്കുന്നതിന് കുറച്ചുകൂടി ഡാർക്കറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെ പോയി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വാങ്ങിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ നമ്പർ 7ന്റെ സ്റ്റേ ഫൗണ്ടേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. വീറ്റ് ആണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഇതായിരുന്നു എൻ്റെ ടോൺ. പിന്നെ നമ്പർ 7ന്റെ തന്നെ മേക്കപ്പ് റിമൂവർ. ഓക്കെ, ഇത് ഐ മേക്കപ്പ് റിമൂവർ ആണ്. വെരി ഈസി ടു യൂസ്. ജസ്റ്റ് നമ്മൾ കോട്ടൺ എടുക്കുക, ഡിപ്പ് ചെയ്യുക, ഐ മേക്കപ്പ് എന്നിട്ട് മാജിക്കലി ഡിസപ്പിയർ ചെയ്യും. നമുക്ക് വേറെ ഒരു മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളതാണ് മിസലർ വാട്ടർ. ഓക്കെ, ഇത് എനിക്ക് എന്താ സംഭവം എന്ന് എനിക്ക് കുറച്ച് വ്ളോഗ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു മിസലർ വാട്ടർ ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. ബട്ട് ഇറ്റ് വർക്ക്സ് വണ്ടേഴ്സ്. സംഭവം വെറും വെള്ളത്തിൻ്റെ കളറുള്ള ഒരു ലിക്വിഡാണ്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി suitable for all skin types. ഡ്രൈ ആണോ, സെൻസിറ്റീവ് സ്കിൻ ആണോ, കോമ്പിനേഷൻ ആണോ, മിസലർ വാട്ടർ ഇസ് എ സേവിയർ. അതുപോലെ തന്നെ ലിസ് ഏൾ, ഐ എം നോട്ട് ഷുവർ ഇഫ് ദാറ്റ്സ് എ വേ ടു പ്രൊനൗൺസ് ഇറ്റ്. ലിസ് ഏർലി ആണോ ലിസ് ഏൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇത് ക്ലെൻസ് ആൻഡ് പോളിഷ് ഹോട്ട് ക്ലോത്ത് ക്ലെൻസർ ആണ്. അപ്പോൾ ഇത് ഞാൻ റിവ്യൂസ് കണ്ടുപോയി വാങ്ങിച്ചതാണ്. ആൻഡ് ഞാനിത് 2 പ്രാവശ്യം യൂസ് ചെയ്തു ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ഓക്കെ, പിന്നെ ഇല്ല എല്ലാ സൂപ്പർ ഡ്രഗ് സ്റ്റോഴ്സിലായിക്കോട്ടെ ബൂട്ട്സിലായിക്കോട്ടെ ഞാൻ തേടി നടന്ന അവസാനം 3ാമത്തെ ബൂട്ട്സ് ഫാർമസിയിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. ദിസ് ഇസ് നിക്സിലെ മാർഷ്മെല്ലോ സെറ്റിംഗ് സ്പ്രേ. ഓക്കെ, മാർഷ്മെല്ലോൻ്റെ തന്നെ മേക്കപ്പ് ബേസ് ഉണ്ട്, അവരുടെ തന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. മേക്കപ്പ് ബേസും പിന്നെ ഐ തിങ്ക് ഫിനിഷ് സ്പ്രേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയുണ്ട്. പക്ഷേ ദിസ് സെറ്റിംഗ് സ്പ്രേ സംതിങ് ഐ വാണ്ടഡ് ടു ട്രൈ. ആൻഡ് ഈ സെറ്റിംഗ് സ്പ്രേയിലൊക്കെ എന്താണ് ഡിഫറൻസ് നിങ്ങൾ ചോദിച്ചെങ്കിൽ എനിക്ക് അതിൻ്റെ ഡിഫറൻസ് പറഞ്ഞുതരാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വേറൊരു സെറ്റിംഗ് സ്പ്രേ കാണിച്ചു തരാം. ഇപ്പം ഇത് മാക്കിൻ്റെ ഫിക്സഡ് ഞാൻ ഇവിടെ നിന്ന് ദുബായിൽ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ്. ഇത് അടിക്കുമ്പോൾ എനിക്ക് ഒരു മിസ്റ്റി ഫീല് കിട്ടാറുണ്ട്. ഓക്കെ അടിച്ചു, ഇത് സെറ്റായി, ഫൈൻ, ഐ എം ഹാപ്പി. പക്ഷേ ഈ മാർഷ്മെല്ലോ സ്പ്രേയിൽ കുറച്ചും കൂടി ഒരു റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി ബിക്കോസ് ദ പമ്പില്ല. ഇപ്പം ഇതിനകത്ത് പമ്പ് ചെയ്ത് വരുമ്പം ഇച്ചിരി കുറവാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 4-5 പ്രാവശ്യം ഞാൻ പമ്പ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇത് വെറും ഒറ്റ പമ്പ് അല്ലെങ്കിൽ 2 പമ്പിൽ തന്നെ എൻ്റെ കാര്യം നടക്കും. സോ ദാറ്റ് ഈസ് ദി മേജർ ഡിഫറൻസ് ഐ കുഡ് സീ. ആൻഡ് മാർഷ്മെല്ലോ ഒക്കെ ആയതുകൊണ്ട് എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എന്താണ് വല്ല സ്മെല്ലിനൊക്കെ വ്യത്യാസം ഉണ്ടോ? അതൊന്നുമില്ല, അതൊരു നോർമൽ സംഭവമാണ്. അപ്പോൾ അത് നെക്സ്റ്റ് ഞാൻ UK എല്ലാ സ്ഥലത്തും പോയപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 2 മസ്കാരാസ് ആണിത്. ഓക്കെ, ദിസ് ഇസ് ഫ്രം ബെനിഫിറ്റ് കോസ്മെറ്റിക്സ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ UK തിരിച്ചു വന്നിട്ടും ഞാൻ ദുബായി പോയി നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. മേ ബി നൗ ഇറ്റ്സ് കം ഇൻ ദ മാർക്കറ്റ്. പക്ഷേ UK ഓൾമോസ്റ്റ് എല്ലാ ബെനിഫിറ്റ് സ്റ്റോഴ്സിലും ഞാനിത് കണ്ടു. ഇത് ബ്ലൂ മസ്കാരയും ഇത് മറൂൺ മസ്കാരയുമാണ്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കോമാളി പോലെ തോന്നും എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ നോ, ഐ ആക്ച്വലി യൂസ് ദിസ് ഓൺ എ റെഗുലർ ബേസിസ്. ആൻഡ് ഇതിൻ്റെ എഫക്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം കാണിച്ചു തരാം. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളെ ഡിഫറൻസ് കണ്ടോ? സോ ഇത് മാത്രം, ഇതും സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും മാത്രം ഇട്ടിട്ടാണ് കുറേ നാൾ ഞാൻ ഇവിടെ നടന്നത്. ബെയർ മിനറൽസിൻ്റെ ജെൽ ഇസ് സംതിങ് ദാറ്റ് ഐ ട്രൈഡ് റീസെൻ്റ്ലി. ഇതിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് വേറെ പെൻസിൽസ് അങ്ങനെ ഒന്നും വേണമെന്ന്. ദിസ് ഇസ് എ
ഒരു ഡാർക്കനും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഇറ്റ് മോയ്സ്ചറൈസസ് യുവർ ബ്രൗസ്, പ്ലസ് ഇറ്റ് സ്റ്റേസ് ഇൻടാക്ട്. ലൈക്ക് ഒരു ഗ്ലൂയി എഫക്റ്റ് ആണ്. നമ്മളിത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അനങ്ങത്തില്ല. അൺടിൽ യു റിമൂവ് യുവർ മേക്കപ്പ് നമ്മുടെ ഹെയർ ഒന്നും അവിടെ നിന്ന് അനങ്ങത്തില്ല. സോ ദിസ് ബ്രൗ ജെൽ ഇസ് സംതിങ് ദാറ്റ് ഐ റിയലി റെക്കമെൻഡ്. ഓക്കെ, നെക്സ്റ്റ് മേക്കപ്പ് ഫോർ എവറിൻ്റെ ഒരു നല്ല കിഡിലൻ മേക്കപ്പ് ബേസ് ആണിത്. നമുക്ക് മേക്കപ്പിന് മുമ്പ് നമുക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു ഹൈഡ്ര ബൂസ്റ്റർ ബേസ് ആണിത്. ഓക്കെ, ഭയങ്കര നല്ല മോയ്സ്ചറൈസിങ് ഏജൻ്റ് ആണ്. ഇതിൽ വളരെ നല്ലൊരു വാട്ടർ ബേസ് ഉണ്ട് ഈ ബേസിനകത്ത്. സോ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് ദിസ് ആസ് എ മേക്കപ്പ് ബേസ് ഫോർ യു. ദെൻ കംസ് നമ്പർ 7ൻ്റെ മറ്റൊരു പ്രോഡക്റ്റ് വിച്ച് ഈസ് കണ്ട ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഇത് ഒരു ബ്ലഷ് ആണ്, ബ്ലഷ് പൗഡർ ആണ്. ആൻഡ് ഐ ലവ് ദ പാക്കേജിങ് ദ മോസ്റ്റ്. ഓക്കെ, ദ പാക്കേജിങ് ഇസ് സൂപ്പർ ക്യൂട്ട്. ഓക്കെ, ഈ പാക്കേജിങ് ആണ് എനിക്കിതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. ദിസ് ഈസ് ബ്ലഷ് ക്രീം ആണ്. ഞാൻ പൗഡർ എന്നാണ് തോന്നുന്നത്. ഇറ്റ്സ് ബ്ലഷ് ക്രീം. ആൻഡ് ഇപ്പം ഞാൻ ഓൾറെഡി ഒരു ബ്ലഷ് ഇട്ടിട്ടുണ്ട്. നമുക്കത് ഒന്ന് റബ്ബ് ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ആ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ട് ഐ ട്രൈ ഇറ്റ്. അപ്പം ഇത് നമുക്ക് oh my god, ഒരു സോഫ്റ്റ് പിങ്ക് ആട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. വാവ്, നൈസ് റൈറ്റ്? ഓക്കെ, യു ലൈക്ക് ഇറ്റ്? യാ. അപ്പം തക്കിട്ടു അപ്രൂവൽ തന്നു. ഇതൊരു നല്ല സോഫ്റ്റ് പിങ്ക്. ഇതിൻ്റെ ഷെയ്ഡ് എന്താണെന്നുള്ളത് റോസ് ഡ്രീം. ഓക്കെ, സോ വെൽവെറ്റ് ക്ലൗഡ് നമ്പർ 7ൻ്റെ ക്രീം ടു പൗഡർ ബ്ലഷ് ആണ്. സോ അതായത് ക്രീം ടെക്സ്ചറിൽ നമുക്ക് അപ്ലൈ ചെയ്ത് പൗഡർ ഫിനിഷ് കിട്ടുന്ന ഒരു ക്യൂട്ട് എവറി ഡേ മേക്കപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്ലഷ് ആണിത്. ഓക്കെ, സോ ദിസ് ഇസ് സംതിങ് ഐ ലവ്ഡ്. ഇതൊക്കെ ഞാൻ റിവ്യൂസ് നോക്കി. മിലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ് ഇത്. എനിക്ക് തോന്നുന്നു ബൂട്ട്സ് ഫാർമസി എവിടത്തേന്നറിയോ? പിക്കഡെലി സ്ട്രീറ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ട്രീറ്റ് ആട്ടോ. ലണ്ടൻകാരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഐ ലവ് ദാറ്റ് പ്ലേസ്. ഐ വുഡ് ലവ് ടു ഗോ ബാക്ക് ദർ അഗൈൻ. അപ്പോൾ പിക്കഡെലി സ്ട്രീറ്റിലുള്ള ബൂട്ട്സ് ഫാർമസീൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഞാൻ മേടിച്ച മിലാൻ്റെ റോസ് റൊമാൻസ് 140 നമ്പറിലുള്ള ജെൽ ക്രീം ലിക്വിഡാണ്. ഇതും ഒരു നല്ലൊരു ക്രീം ബ്ലഷ് ആണ്. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഓക്കെ, ഇച്ചിരി ഡാർക്കാണ്. ജസ്റ്റ് നീഡ് എ ലിറ്റിൽ ബിറ്റ്, കുറച്ച് മതി നമുക്കിത് നമ്മുടെ സ്കിന്നിനോട്ട്. സോ ഞാൻ അത്ര ഫൗണ്ടേഷൻ ഒന്നും ഇട്ടിട്ടില്ല, അപ്പോൾ ചിലപ്പോൾ ഇറ്റ് മൈറ്റ് ലുക്ക് എ ലിറ്റിൽ ഓക്വേർഡ്, ബട്ട് ഐ ജസ്റ്റ് തോട്ട് ഓഫ് ഷോയിങ് ഇറ്റ് യു ഗൈസ്. പിന്നെ നിക്സിൻ്റെ ഈ ബ്ലഷ് അവിടെ ഒരു ഒട്ടുമിക്ക എല്ലാ ബിൽ ബോർഡ്സിലും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു നിക്സിൻ്റെ ഈ ബട്ടർ മെൽറ്റ് ബ്ലഷ്. ഓക്കെ, ഇതിൻ്റെ ഈ പൗഡർ ബ്ലഷ് ആണ് ഞാൻ പിന്നെ വാങ്ങിച്ചത്. ഇത് ടു പിങ്ക്, ഇറ്റ്സ് ലൈക്ക് വെരി 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 പിങ്ക്. ഓക്കെ, പൗഡർ ബ്ലഷ് ഞാൻ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യാറില്ല, പക്ഷേ സംടൈംസ് ഐ ഡു ഫീൽ ലൈക്ക് യൂസിങ് ഇറ്റ്. അപ്പോൾ അതിന് ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡ് എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഡാർക്കർ ഒരു ഓംബ്രയൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ അത് ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. വൺ ഡിമാൻഡുള്ള ഐറ്റമാണ് ഈ നിക്സിൻ്റെ ബട്ടർ മെൽറ്റ് ബ്ലഷ്. ആൻഡ് YSLൻ്റെ ഈ ഒരു ക്രീം ബ്ലഷും ഞാൻ യൂസ് ചെയ്തു, ലിക്വിഡ് ബ്ലഷ്, മേക്ക് മീ ബ്ലഷ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഇൻ ദ ഷെയ്ഡ് 37 ബ്ലഷ് ലിക്വിഡ്. യാ, സോ ഇത് ഒരു ഡെയിലി യൂസ് ബ്ലഷ് ആട്ടോ. ഇതിന് പ്രത്യേകിച്ച് മേക്കപ്പിനോട് വലിയ എന്താ പറയുക താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇടാൻ പറ്റുന്ന ഒരു നല്ല ബ്ലഷാണ്. എന്നുവെച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് സ്കിന്നിൽ ബ്ലെൻഡ് ചെയ്യും. ഒരുപാട് അടുത്ത് നിന്ന് നോക്കിയാലേ നമ്മൾ ബ്ലഷ് ഇട്ടിട്ടുള്ളത് മനസ്സിലാവുള്ളൂ. സോ ഇത് YSLൻ്റെ നല്ലൊരു ബ്ലഷാണ്. ഐ ലവ് ഇറ്റ്. നൗ ഐ ആം ഗോയിങ് ടു ഗോ ടു ലിപ്സ്റ്റിക്സ്. വളരെ 1-2 ലിപ്സ്റ്റിക്സ് മാത്രം ഞാൻ മേടിച്ചുള്ളൂ. എന്ത് പറ്റുന്നല്ലേ, കാശ് തീർന്നു പോയി ആ സമയത്തേക്ക്. പിന്നെ വാസ്ലിൻ്റെ ലിപ് തെറപ്പി. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് എല്ലാവരും UK യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നു. അതായത് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഒരെണ്ണം, അത് ഞാൻ ഇപ്പോൾ റിമൂവ് ചെയ്യാൻ പോകണം. അത് ഇതാണ്. ദിസ് ഇസ് ഫ്രം മേക്കപ്പ് ഫോർ എവർ ഇൻ ദ ഷെയ്ഡ് റൂജ് ആർട്ടിസ്റ്റ് ഫോർ എവർ 4B01. ഓക്കെ, നല്ലൊരു റെഡിഷ് പിങ്കിഷ് ഒരു ലിപ്സ്റ്റിക് ആണിത്. ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളതാണ് ഈ ലിപ്സ്റ്റിക്ക്. ആൻഡ് ഇറ്റ്സ് റിയലി നൈസ് കേട്ടോ. അങ്ങനെ ഒരുപാട് റെഡ് അല്ല, ഒരുപാട് പിങ്കും അല്ലാത്തൊരു ഷെയ്ഡ്. പിന്നെ ഞാനിപ്പം വാങ്ങിച്ച വേറെ ലിപ്സ്റ്റിക് ഞാനിപ്പോൾ ട്രൈ ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ ഇട്ട ലിപ്സ്റ്റിക്ക് ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഐ ആം ഗോയിങ് ടു ട്രൈ ദിസ് എൽഫ് കോസ്മെറ്റിക്സ് ELFൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇൻ ദ ഷെയ്ഡ് ഓഫ് സാറ്റിൻ ലിപ്സ്റ്റിക് ഓൺ ഇറ്റ്.
ഓക്കെ, അപ്പോൾ എൽഫിൻ്റെ ഒരുപാട് നല്ല പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസ് അവിടുത്തെ യൂട്യൂബ് ബ്ലോഗേഴ്സ് ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ ഐ തിങ്ക് എൽഫ് ഇസ് ഡൂയിങ് റിയലി വെൽ. അത് നമ്മുടെ നൈക്കയിൽ കിട്ടും, പക്ഷേ ഈ ഷെയ്ഡൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓ വാ, ഇത് തുറന്നപ്പോൾ ഇത് എൽഫ് നോക്കാം ഉള്ളിൽ. കൊള്ളാം, എൻ്റെ പാക്കേജിങ് ഒക്കെ അടിപൊളിയാണ്. സോ ഈ ഒരു ഷെയ്ഡ് ഞാനിപ്പോൾ ട്രൈ ചെയ്യാം. ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ന്യൂഡ് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എനിക്കൊരു മാറ്റം വേണമെന്ന് തോന്നി. കാരണം സംടൈംസ് ഇറ്റ്സ് ഗുഡ് ടു ഗോ ബോൾഡ്. അപ്പോൾ അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. ഐ എം നോട്ട് ഷുവർ ഹൗ മെനി ഓഫ് യു ലൈക്ക് സച്ച് ഷെയ്ഡ്സ്, ബട്ട് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. അപ്പോൾ അടുത്തതും ഞാൻ ഇവിടെ കാണാത്തൊരു സംഭവമായിരുന്നു. മെയ്ബിലിൻ ബ്രാൻഡിൻ്റെ മെയ്ബിലിൻ ന്യൂയോർക്ക് ലിഫ്റ്റർ ഗ്ലോസ്. ഓക്കെ, ഹൈലറോണിക് ആസിഡും ബേസിക്കലി അതുണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് ലിപ്സ്റ്റിക് ഗ്ലോസും ആണ്. കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ കളർ മാജിക്കലി അങ്ങ് മാറും. ഓക്കെ, അതെങ്ങനെയെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല. അത് ഞാൻ കാണിക്കാം. അപ്പം അത് ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യാം. അതും ബൂട്ട്സിലെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. സോ ഇതാണ് മെയ്ബിലിൻ്റെ ഈ ഒരു ഷെയ്ഡ്. ആൻഡ് 25 ടാഫി എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഇതാണല്ലോ, കണ്ടു കഴിഞ്ഞാൽ നല്ല ഭീകര കളറാണെന്ന് തോന്നും, പക്ഷേ ഇതൊരു ലിപ് ട്രീറ്റ്മെൻറ്റും കൂടി ആട്ടോ. ഇട്ട് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ബേണിംഗ് അല്ല, കൂളിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യും. ഇതിപ്പോൾ ഇത്രയല്ലേ ഇട്ടുള്ളൂ, പക്ഷെ ഇതായിട്ടില്ല. ഇത് ഇനിയൊരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് പെട്ടെന്നൊരു സോഫ്റ്റ് പിങ്ക് ഷെയ്ഡ് വരും. ഇപ്പോൾ അല്ല, കുറച്ച് കഴിയുമ്പോൾ. ഞാനിട്ട എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ കറക്റ്റായിട്ട് എന്തുകൊണ്ടോ എന്നറിയില്ല, മേ ബി ഇറ്റ്സ് ദ വെദർ ഓർ ഇറ്റ്സ് ദ സൺ, ഇറ്റ് ലുക്ക് സോ ഗുഡ് ഓൺ മീ. അപ്പോൾ ഇവിടെ എനിക്ക് ഒരു ഈവെൻറ്റിനൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇതാണ് അതിൻ്റെ ഷെയ്ഡ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബൈ ദ വേ ഇത് നിക്സിൻ്റെ ലോഞ്ചറി XXL. ഓക്കെ, one of my favorite lip purchases of the year ആണിത്. ആൻഡ് ഇറ്റ്സ് കോൾഡ് സ്ട്രാപ്സ് ഓഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഷെയ്ഡ്. ഇത് നമ്മളൊരു വിൻ്റർ വെതർ അല്ലെങ്കിൽ ഈവൻ ഇഫ് യു ആർ ഗോയിങ് ഫോർ സം ഡാർക്ക് ക്ലോത്ത്സ്, ഇഫ് യു വോണ്ട് ഒരു ഭയങ്കര ഒരു നല്ലൊരു ബോൾഡ് മൂഡൊക്കെ വേണമെങ്കിൽ അതിന് പറ്റിയൊരു ലിപ് ഷെയ്ഡായിട്ടാണ് എനിക്കിത് തോന്നിയത്. സോ ദീസ് ആർ മൈ ലണ്ടൻ കോസ്മെറ്റിക് ഹോൾ പർച്ചേസസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടു. എല്ലാം വാങ്ങിച്ചതിലെല്ലാം ഐ എം ഹാപ്പി. മേ ബി എനിക്ക് ഇതിലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മാറ്റായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദെൻ ദാറ്റ്സ് ദിസ് ലിപ് ഗ്ലോസ്. ബിക്കോസ് ഐ ഡോണ്ട് നോ, എനിക്ക് അതിലോട് വലിയൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. ബാക്കിയുള്ളതെല്ലാം എനിക്ക് പെർഫെക്റ്റ് പർച്ചേസ് ആയിട്ട് തോന്നി. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഹാൻഡ് മീ ഡൗൺ ഗിവ് അവേ ആണ് യോർസ് ട്രൂലി ശില്പ ബാല ചാനലിൽ ഞാൻ നടത്താൻ പോകുന്നത്. ഐ എം വെരി എക്സൈറ്റഡ്. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് മോശമാണോ ഈ കാര്യം ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി 1-2 പ്രാവശ്യം യൂസ് ചെയ്തൊരു പ്രോഡക്റ്റ് അറിയാത്ത അവർക്ക് കൊടുക്കുമ്പം അതിലെന്തെങ്കിലും ഒരു ഓക്വേർഡ്നെസ് ഉണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ നമ്മുടെ സ്വന്തം ഫാമിലിക്കകത്ത് തന്നെ ഞാനിത് ചെയ്യുന്ന കാര്യമാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യുന്ന കാര്യമാണ്. ബട്ട് യു ആർ ലൈക്ക് മൈ ഫാമിലി ആണ്. അപ്പം യൂട്യൂബിലെ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഇതിനകത്തുനിന്ന് ഒരു ആളെ ഞാൻ തിരഞ്ഞെടുക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോന് താഴെ കോമെൻറ്റ് ചെയ്യുക. മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. എന്നാൽ നിങ്ങൾക്ക് ഈ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്തുനിന്ന് ഒരു വിന്നറിനെ ഞാൻ സെലക്ട് ചെയ്ത് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഹാൻഡ് മീ ഡൗൺ പ്രോഡക്ട്സിലുള്ളതെന്നല്ലേ? കുറച്ച് പ്രോഡക്ട്സ് ആണ്, ബട്ട് ഓൾ ആർ എൻ്റെ വാനിറ്റിക്കകത്ത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് തന്നെയാണ്. ഒന്ന് പിൽഗ്രിമിൻ്റെ സീക്രറ്റ്സ് ഓഫ് ജെജു ഐലൻഡ്. ഇതിൻ്റെ ഫേസ് മിസ്റ്റ് ആൻഡ് ടോണറാണ്. ഇത് ടോണറായിട്ടും ഫേസ് മിസ്റ്റായിട്ടും. ഇതിൻ്റെ സ്മെൽ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അതേ കാര്യം ഫോളോ ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് വൺ ഓഫ് ദി പ്രോഡക്ട്സ്. ആൻഡ് ഇതിൻ്റെ ക്വാണ്ടിറ്റി അത്യാവശ്യമുണ്ട്. ഇതെനിക്ക് 2 എണ്ണം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ പാസ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ റെനെ കോസ്മെറ്റിക്സിൻ്റെ ഒരു ഫേസ് ബേസ് BB ക്രീമും പിന്നെ ഇതിനകത്ത് വിറ്റമിൻ സിയും ഹൈലോണിക് ആസിഡും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു നമ്മുടെ എന്താ പറയുക, മിക്കവർക്കും ഉണ്ടാവുന്ന ഒരു സ്കിൻ ടോണിൻ്റെ ഒരു ടോണാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, ഒരുപാട് ലൈറ്റോ ഡാർക്കോ ആവുമെന്ന് എനിക്ക് അറിയില്ല, നിങ്ങളൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതും ഈ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ബട്ട് വാട്ട് ഇഫ് ഇറ്റ് വർക്ക്സ് ഔട്ട് അല്ലേ, വാട്ട് ഇഫ് ഇറ്റ് ഫിറ്റ്സ് യു. അപ്പം ഓർ മേ ബി നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും കറക്റ്റ് ആണെങ്കിലോ നല്ലതല്ലേ. അപ്പോൾ ഇത് എൻ്റെ ഫേവററ്റ് മസാബ എഡിഷനിലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ മസാബ ഗുപ്തയുടെ ഒരു മേക്കപ്പ് കോസ്മെറ്റിക് പ്രൊഡക്റ്റാണിത്. ഇറ്റ്സ് കോൾഡ് ലവ് ചൈൽഡ് ബൈ മസാബ. ഇത് 4-in-1 ബ്ലറിംഗ് സിറം ടിൻറ്റ്. ഇത് ഫേസ് ടിൻറ്റും ആണ്, സിറം പോലെയും നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ഫൗണ്ടേഷൻ, ഇറ്റ്സ് ലൈക്ക് എ പ്രോപ്പർ
ബേസ് ഫൗണ്ടേഷൻ തരുന്ന ഒരു അടിപൊളി. ഇതിൻ്റെ വേറെ ഗുണം എന്താ പറയുക, ഈ സൈഡിൽ നിന്ന് നമുക്ക് ഫൗണ്ടേഷൻ കിട്ടും. ദിസ് ഇസ് ദ ബ്രഷ് ദാറ്റ് യു കെൻ യൂസ് ടു അപ്ലൈ ദ ഫൗണ്ടേഷൻ. ഓക്കെ, ആൻഡ് നിങ്ങൾക്കിത് തരുമ്പം ഇത് അൾട്ടിമേറ്റ്ലി ക്ലീൻഡ് ആയിരിക്കും. ഈ ബ്രഷ് വിൽ ബി സൂപ്പർ ക്ലീൻ ആൻഡ് ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പാസ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, പാക്കേജിങ്ങിൽ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പായി പൊട്ടിപ്പോയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, പക്ഷേ ലെറ്റ്സ് സീ, ലെറ്റ്സ് നോട്ട് വേസ്റ്റ് സച്ച് എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടു ഫേസ്റ്റിൻ്റെ ആണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഐ ഷാഡോ പാലറ്റ് ആണ്, വിച്ച് ഐ എം പാസിംഗ് ഇറ്റ് ടു യു വിത്ത് ലോട്ട്സ് ഓഫ് ലവ്. അപ്പോൾ ഇതിൻ്റെ നാച്ചുറൽ മാറ്റ് ഐ ഷാഡോ കളക്ഷൻ ആണ്. എല്ലാ ബേസിക് ന്യൂഡ് ഷെയ്ഡ്സും ഇതിനകത്തുണ്ട്. സിമ്പിൾ ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റാണിത്. പിന്നെ പാക്ക് കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്. ഓക്കെ, ദിസ് ഈസ് എ ലവ്ലി ഷെയ്ഡ്. അമ്മ ഒരു പ്രാവശ്യം വന്നിട്ടും ഈ ഷെയ്ഡ് ഒരെണ്ണം വാങ്ങിത്തരുമെന്ന് ചോദിച്ച് ഞാൻ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. ഓക്കെ, സോ ഇത് ഒരെണ്ണം ഉണ്ട്. പിന്നെ നൈക്കയുടെ തന്നെ സിമ്പിൾ പിങ്ക് ന്യൂഡിൻ്റെ വളരെ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡ്, ഇറ്റ്സ് കോൾഡ് ഗെയിം ഓൺ. പിന്നെ മൈ ഗ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡാണ്. ഇച്ചിരി ഡാർക്കാണ്, ഞാൻ അധികം സ്വാച്ച് ചെയ്യുന്നില്ല ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് സോ മച്ച്. ഓക്കെ, അപ്പോൾ ഇതുണ്ടാവും. പിന്നെ പിക്സീൻ്റെ ലിക്വിഡ് ബ്ലഷ് എൻ്റെ ഫേവറേറ്റ് ആണ്. സോ പിക്സി ബൈ പെട്രയുടെ ഒരു ചീക്ക് ജെല്ലാണ്. നല്ലൊരു ഡെയിലി യൂസിന് നല്ലോണം ഇച്ചിരി എടുത്താൽ മതി, നമ്മുടെ ചീക്സിന് ഭയങ്കരമായിട്ട് ഫ്ലഷ്ഡ് ലുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ഷുഗർ പോപ്പിൻ്റെ ലോങ് വെയർ കോമ്പാക്ട് പൗഡർ. ഓക്കെ, സോ ഇറ്റ്സ് എ ലിറ്റിൽ ലൈറ്റ് ഇൻ കളർ, ബട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒരു കോമ്പാക്റ്റ് ഉണ്ട്, ഇത് മിക്സ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ അണ്ടർ ഐ അങ്ങനത്തെ കുറച്ച് ഏരിയാസിൽ ടീ സോണിലൊക്കെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാനും നമുക്ക് ഈ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം. പിന്നെ മൈ ഗ്ലാമിൻ്റെ തന്നെ വീൽ ലൈനർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടിപ്പ് കണ്ടോ, ഇതിനൊരു വീലാണ് ഇതിൻ്റെ ടിപ്പ്. ഇതിങ്ങനെ റോൾ ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണ്. അത് നമ്മൾ നോർമൽ ഐ ബ്രഷ് അല്ല. അപ്പം നമ്മൾ ഐ ലൈനർ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഓൾറെഡി റോൾ ചെയ്തുകൊണ്ട് അതിൻ്റെ അതേ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. നമുക്കധികം എന്താ പറയുക, മെസ്സി ഒന്നും നമ്മുടെ കണ്ണ് ആവില്ല ഇത് അപ്ലൈ ചെയ്യുമ്പം. സോ ഇറ്റ്സ് കോൾഡ് വീലി ലൈനർ, ഇതൊന്ന്. ആൻഡ് ഫൈനലി നമ്മുടെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ നിന്ന് എനിക്ക് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവുന്ന ഹാൻഡ് ക്രീംസിൽ ഒരു ഹാൻഡ് ക്രീം. ഇത് ഞാൻ ഒറ്റൊരു പ്രാവശ്യം യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് തോന്നി വൈ നോട്ട് പാസ് ഇറ്റ് ടു യു ഗൈസ്. സോ ദി സ്മെൽ ഇസ് സംതിങ് ഐ ലവ്. അപ്പം നിങ്ങൾക്കും ഇത് ഹാൻഡ് ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് എൻ്റെ ഗിവ് അവേയിൽ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പാക്കേജിങ്ങിലായിരിക്കും ഞാൻ നിങ്ങൾക്ക് അയക്കാൻ പോകുന്നത്. സോ വാട്ട് യു ഹാവ് ടു ഡു, കമൻറ്റ് ബിലോ, സബ്സ്ക്രൈബ് ടു ദ ചാനൽ. കമൻറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബ് വീഡിയോ ഏതാണ്, യോഴ്സ് ട്രൂലി ശില്പ ബാല ചാനൽ എന്നുള്ളത് കൂടെ പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് യു ഗൈസ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.